ഓപ്പോയുടെ ഓപ്പോ പാഡ് 3 എന്ന പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ പാഡ് 3 എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോ പാഡ് 3ൽ 11.6 ഇഞ്ചിന്റെ ഡിസ്പ്ലേ വരുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം വലിയ ഡിസ്പ്ലേ സൈസ് ഒക്കെ തന്നെ ഇതിൽ വരും. പിന്നെ 2.8K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. LCD പാനലുമായിട്ടായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. പിന്നെ ഈ ഒരു ടാബിൽ 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ വരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ടാബിന്റെ വെയിറ്റ് വരിക 533 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 6.29 mm ആയിരിക്കും. പിന്നെ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വന്നോളണം എന്നില്ല. പിന്നെ ഈ ഒരു ടാബിൽ സ്റ്റൈലസ് പെന്റെ സപ്പോർട്ട് വന്നേക്കാം. അതുപോലെ തന്നെ എക്സ്റ്റേണൽ കീബോർഡിന്റെ സപ്പോർട്ടും വന്നേക്കാം. പ്രോസസറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 8350 എന്ന പ്രോസസറുമായിട്ടായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. ഇതേ ഒരു പ്രോസസ്സർ ഓപ്പോ റെനോ 13 Pro എന്നുള്ള സ്മാർട്ട് ഫോണിൽ വന്നേക്കാം. പുതുതായിട്ട് വരാൻ പോകുന്ന പ്രോസസ്സറാണ്. ഇപ്പം ഒരു 25,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സർ അത്യാവശ്യം തിരക്കില്ലാത്ത നല്ലൊരു പ്രോസസ്സർ എന്നൊക്കെ തന്നെ പറയാൻ പറ്റിയിട്ടുള്ള പ്രോസസ്സറായിരിക്കും. പിന്നെ ഈ ഒരു ടാബിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. കോഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് എങ്കിലും മിനിമം വരും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം 8 സ്പീക്കേഴ്സും വന്നേക്കാം. പിന്നെ Android 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ടാബാണ്, അതുകൊണ്ട് തന്നെ മികച്ചൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഒന്നും വന്നോളണം എന്നില്ല. ബേസിക് ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. അപ്പം ഈ ഒരു ടാബ്ലറ്റ് എന്ന് പറയുന്നത് അത്ര ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ഒന്നുമില്ല. മിക്കവാറും ടാബിന്റെ പിന്നിൽ ഒരു സിംഗിൾ ക്യാമറ വന്നേക്കാം. ഒരു 13 മെഗാ പിക്സലിന്റെ ക്യാമറ സെൻസറാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വന്നേക്കാം. ബാറ്ററിയുടെ കാര്യത്തിൽ 9510 mAh ബാറ്ററി വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരും. പിന്നെ 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വന്നേക്കാം. അപ്പോൾ നല്ലൊരു ചാർജിങ് സ്പീഡും വരുന്നതായിരിക്കും. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. അപ്പം അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കറക്റ്റ് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ചില റിപ്പോർട്ടുകൾ പറയുന്നത് ഓപ്പോ റെനോ 13 സീരീസ് നവംബർ 25-ന് ചൈനീസ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് എന്നാണ്. അതിന്റെ കൂടെ ഈ ഒരു ടാബും കൂടി ലോഞ്ച് ചെയ്തേക്കാം എന്നാണ് പറയപ്പെടുന്നത്. ഒഫീഷ്യലായിട്ട് അവർ കൺഫേം ചെയ്തിട്ടില്ല. പിന്നെ ആ ഒരു ദിവസം മിക്കവാറും ചൈനീസ് മാർക്കറ്റിൽ മാത്രമായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യുക. ഇന്ത്യൻ മാർക്കറ്റിലോട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നീട് മാത്രമായിരിക്കും വരിക. ഇനി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമോ എന്നും കൺഫേം ആയിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ന്യൂസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും നമുക്ക് 30,000 രൂപയ്ക്ക് മുകളിലായിട്ട് തന്നെ ഈ ടാബിന്റെ വില എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഒരു 30,000 to 35,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ടാബ് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ ചൈനീസ് മാർക്കറ്റിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രൈസിംഗിൽ ഈ ടാബ് ലോഞ്ച് ചെയ്തേക്കാം. അത്യാവശ്യം കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് തന്നെ വരാനാണ് സാധ്യത. എന്തായാലും ഓപ്പോയുടെ ഓപ്പോ പാഡ് 3 എന്ന പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.